Hello my dear students, welcome back to Organization Behavior. നമ്മൾ ഇന്ന് പുതിയൊരു മൊഡ്യൂളിലേക്കാണ് പോകുന്നത്. മൊഡ്യൂൾ 9 ഓർഗനൈസേഷൻ ചേഞ്ച്. ഇത് നമ്മുടെ 47ാമത്തെ സെഷനാണ്. ഈ ഒരു മൊഡ്യൂളോട് കൂടി നമ്മുടെ ഈ ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, ഈ ഓർഗനൈസേഷൻ ചേഞ്ച് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓർഗനൈസേഷനിലുള്ള എക്സിസ്റ്റിംഗ് കണ്ടീഷൻസിൻ്റെ ഓൾട്ടറേഷനെയാണ് നമ്മൾ ഓർഗനൈസേഷൻ ചേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്ര സ്റ്റേബിൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണെങ്കിലും അതിൻ്റെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ചേഞ്ച് അനിവാര്യമാണ്. ഇത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള എൻവയോൺമെൻറ്റിലുള്ള എക്കണോമിക്കൽ ആൻഡ് സോഷ്യൽ കണ്ടീഷൻസ് ആണ് ഇതിന് കാരണമായിട്ടുള്ളത്. കാരണം ഈ എക്കണോമിക്കൽ ആൻഡ് സോഷ്യൽ കണ്ടീഷൻസ് ഇൻ ദ എൻവയോൺമെൻറ്റ്, എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്, അത് എപ്പോഴും ഡൈനമിക്കാണ്, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്കായിട്ട് നമ്മുടെ ഓർഗനൈസേഷനെ അഡാപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചേഞ്ച് അനിവാര്യമാണ്. അങ്ങനെ ചേഞ്ച് നടത്തിയാൽ മാത്രമേ നമുക്ക് ഓർഗനൈസേഷൻ സക്സസ്ഫുള്ളായിട്ട് സർവൈവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് മാനേജ്മെൻറ്റ് എപ്പോഴും നമ്മുടെ പുറത്തുള്ള എൻവയോൺമെൻറ്റിൽ ഈ എക്കണോമിക്കൽ ആൻഡ് സോഷ്യൽ ചേഞ്ചസ് എന്താണെന്ന് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്ത് അതനുസരിച്ച് നമ്മൾ വളരെ ഇന്നോവേറ്റീവായിട്ടും ക്രിയേറ്റീവായിട്ടുള്ള ചേഞ്ചസ് നമ്മളുടെ ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഇഫക്റ്റീവ് ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻ ചേഞ്ചസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ ചേഞ്ചസ് എപ്പോഴും നമ്മുടെ വർക്ക് എൻവയോൺമെൻറ്റ് ഓൾട്ടറേഷനാണ് ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഓർഗനൈസേഷനിൽ ഓൾറെഡി എന്താണ് ഒരു ബാലൻസ് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവും. അതിനെയാണ് ഒരു ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഓൾഡ് ഇക്വിലിബ്രിയം ഡിസ്റ്റർബ്ഡായി നമ്മൾ പുതിയ ചേഞ്ചസ് വരുത്തി അതിലൂടെ ഡെവലപ്പ് ചെയ്ത് നമ്മൾ പുതിയൊരു ഇക്വിലിബ്രിയം ഫോം ചെയ്യുകയാണ്. ഈ പുതിയ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് നമ്മുടെ ആ ചേഞ്ചിൻ്റെ ഡിഗ്രി അനുസരിച്ചിട്ടാണ് ഉണ്ടാവുക. അതിന് നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരുപാട് ഇമ്പാക്ട്സ് ഉണ്ടാവും. ഈ ഓർഗനൈസേഷനിൽ ചേഞ്ചസ് എന്ന് പറയുന്നത് നെവർ എൻഡിങ് പ്രോസസ്സാണ്. ഒരു ചേഞ്ച് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇക്വിലിബ്രിയം ഡിസ്റ്റർബ്ഡ് ആയി, എന്നിട്ട് പുതിയൊരു ഇക്വിലിബ്രിയം ഒരു പ്രോബ്ലമായിട്ട് വന്ന് അത് പതുക്കെ അഡ്ജസ്റ്റ് ആയിട്ട് അതിലേക്ക് നമ്മൾ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻ ചേഞ്ച് പല ടൈപ്സ് ഉണ്ട്. ടെക്നിക്കൽ ഓർ മെക്കാനിക്കൽ ചേഞ്ചസ്, ചേഞ്ചസ് ഇൻ മെത്തേഡ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ്, പ്രോസസ് ചേഞ്ചസ്, പ്രൊസീജിയേഴ്സ് ചേഞ്ചസ്, സിസ്റ്റം ചേഞ്ചസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ടൈപ്പ് ഉണ്ട്. അതിൽ അപ്പോൾ ടെക്നിക്കൽ ഓർ മെക്കാനിക്കൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓർഗനൈസേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീൻസ്, ടൂൾസ്, എക്യുപ്മെൻറ്റ്സിൻ്റെ ചേഞ്ചസ് ആണ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഓർഗനൈസേഷനിൽ കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ ശരിക്കും അത് ഒരുപാട് മാറ്റങ്ങളാണ് ഓർഗനൈസേഷനിൽ കൊണ്ടുവരുന്നത്. പിന്നെ നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മൾ ഫോളോ ചെയ്യുന്നതായിട്ടുള്ള മെത്തേഡ്സ്, പ്രൊസീജിയേഴ്സ് അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആണെങ്കിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ളത് നമ്മൾ മാറ്റുന്നു. അത് നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരുപാട് ഇഫക്റ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് കൊണ്ടുവരുന്നത്. പിന്നെ പ്രോസസ് ചേഞ്ചസ്, പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്. അത് നമുക്ക് ഒരുപാട് ഔട്ട്പുട്ട്സ് തരുന്നതാണ്. ആ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസിൽ നമ്മൾ കുറേ കൂടി ഇമ്പ്രൂവ്മെൻറ്റ്സ്, കുറേ കൂടി അപ്ഗ്രേഡേഷൻസ് നടത്തുമ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ് ഉണ്ടാവുക. പ്രത്യേകിച്ച് നമ്മുടെ വാല്യൂ ഓഫ് കസ്റ്റമർ കൂടുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഈ പ്രോസസ് ചേഞ്ചസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിന് അങ്ങനെ ഒരു നമ്മുടെ സ്ട്രക്ചറൽ ബൗണ്ടറീസിന് അപ്പുറത്താണ്. ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ ഒരു ഡിവിഷനിലോ ഒരു ഫേമിലോ ഒതുങ്ങി നിൽക്കുന്നതല്ല. അത് നമ്മൾ ആ രീതിയിൽ വ്യാപകമായിട്ടാണ് ചെയ്യുക. അപ്പോൾ അത് ശരിക്കും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, പെർഫെക്റ്റ് ആയിട്ടുള്ള മാനറിൽ നമ്മളത് മാനേജ് ചെയ്ത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഒരുപാട് എഫിഷ്യൻസി ഇമ്പ്രൂവ്മെൻ്റ് ആണ് തരുന്നത്. ഫോർ എക്സാമ്പിൾ ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും അതൊരു പ്രോസസ് ചേഞ്ചിങ് ആണ്. അത് നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ ഒരുപാട് നമ്മുടെ പ്രോസസ്സിനെ റീഅറേഞ്ച് ചെയ്ത് ഒരു നാച്ചുറൽ വേയിൽ റീഅറേഞ്ച് ചെയ്ത് നമുക്ക് കുറേ കൂടി എഫിഷ്യൻസി കൂട്ടാണ് ചെയ്യുന്നത്. പിന്നെ സിസ്റ്റം ചേഞ്ച്, സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലേ? പ്രോസസ്സ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ്, നമ്മൾ പറഞ്ഞത് നേരത്തെ എന്താണ്, സെറ്റ് ഓഫ് ചില ആക്ടിവിറ്റീസിനെയാണ് പ്രോസസ്സ് എന്ന് പറഞ്ഞത്. സിസ്റ്റം എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സിൽ നമ്മൾ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ, അതാണ് സിസ്റ്റം ചേഞ്ച്. അതിലൊരുപാട് ഇപ്പോൾ IT സിസ്റ്റം ചേഞ്ച്, HR സിസ്റ്റം ചേഞ്ച്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സിസ്റ്റം ചേഞ്ചസ് ഉണ്ട്. ഇപ്പോൾ IT സിസ്റ്റം ചേഞ്ചൊക്കെ ഒരുപാട് മാനേജേഴ്സ് അഡോപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കുറേ കൂടി എഫക്റ്റീവായിട്ട് മാറാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ HR സിസ്റ്റത്തിലുള്ള ചേഞ്ചസ് നമുക്ക് റിവാർഡ് ആൻഡ് റിക്കഗ്നിഷനിൽ വരുന്നുണ്ട്, റിക്രൂട്ട്മെൻറ്റ് റിട്ടൻഷനിൽ വരുന്നുണ്ട്, അപ്രൈസൽ ഡെവലപ്മെൻറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ചേഞ്ചസൊക്കെ നമ്മുടെ ഓർഗനൈസേഷണൽ വർക്കിങ്ങിൽ എഫിഷ്യൻസി കൂട്ടാണ് ചെയ്യുക. പിന്നെ സ്ട്രക്ചറൽ ചേഞ്ച്, ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇത് ശരിക്കും നമ്മുടെ ഒരു ഔട്ട്വാർഡ് ഫോം ഓഫ് ഓർഗനൈസേഷൻ എന്നാണ് പറയുക. കാരണം നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ഫോം ചെയ്യുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് പുറത്തുള്ള പല റെഗുലാരിറ്റീസ് കൊണ്ടാണ് ഫോം ചെയ്യുന്നതെന്ന് പറയുന്നത്. കാരണം
നമ്മൾ പുറത്തുള്ള പല എമേർജിങ് ആയിട്ടുള്ളതും പല ഇൻഡിവിജ്വൽസിൻ്റെ ഇൻട്രാക്ഷൻസ് ഫലമായിട്ടാണ് നമ്മളൊരു ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ നമ്മൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ പുറത്തുള്ള പല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഫോം ചെയ്യുന്ന സ്ട്രക്ചർ, എമേർജ് ചെയ്യുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് അത് പല ഡിസിഷൻസിൻ്റെ ഫലമായിട്ടാണ്. ഇപ്പം നമ്മളൊരു ഹെയറാർക്കി ഓഫ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഹെയറാർക്കി അതൊരു മെട്രിക്സ് ഫോം ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫങ്ഷണൽ ഡിവിഷൻ ആയിട്ടൊക്കെ നമ്മൾ ഫോം ചെയ്യുന്നത് ആ രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ ചേഞ്ചസ്. ഈ ചേഞ്ചസ് നമ്മൾ വിധേയമാകുന്നതിന് നമ്മുടെ ഓർഗനൈസേഷൻ പല ഫോഴ്സസും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഈ ഫോഴ്സസ് ആണ് ശരിക്കും നമ്മുടെ ചേഞ്ചസിലേക്ക് നമ്മൾ നയിക്കുന്നത്. ഈ ഫോഴ്സസ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആയിട്ടുള്ളതും ഇൻറ്റേർണൽ ആയിട്ടുള്ള ഫോഴ്സസ് ആണ്. എക്സ്റ്റേണൽ ഫോഴ്സസ് എന്ന് പറയുന്നത് മെയിനായിട്ട് 4 ഫോഴ്സസ് ആണ് വരുന്നത്. അതിൽ ആദ്യം ഡെമോഗ്രാഫിക് ക്യാരക്ടേഴ്സ്. ഡെമോഗ്രാഫിക് ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ പോപ്പുലേഷൻ്റെയാണ്. പോപ്പുലേഷൻ, സ്റ്റഡി ഓഫ് പോപ്പുലേഷനാണ് ഡെമോഗ്രാഫി. അപ്പോൾ അതിൽ ഏജ്, എഡ്യൂക്കേഷൻ, സ്കിൽ ലെവൽ, ജെൻഡർ ഓഫ് എംപ്ലോയീസ്, ഇതെല്ലാം. അപ്പോൾ ഈ പറയുന്ന ഓർഗനൈസേഷനിൽ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമുക്ക് മാക്സിമം കോൺട്രിബ്യൂഷൻ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അതിലുണ്ടാവുന്ന ചേഞ്ചസ്, ആ ഫോഴ്സസ് നമ്മൾ ഓർഗനൈസേഷനിൽ കൊണ്ടുവരാൻ പോകുന്ന ചേഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്യാനും റിജക്റ്റ് ചെയ്യാനും കാരണമാവുന്നുണ്ട്. പിന്നെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്. ഇപ്പോൾ നമ്മുടെ ഒരു മാനുഫാക്ചറിങ് സർവീസ് ഓർഗനൈസേഷൻ രണ്ടിലും ടെക്നോളജി ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് പ്രൊഡക്ടിവിറ്റി, മാർക്കറ്റീവ് കോമ്പറ്റീറ്റീവ്നെസ് ഒക്കെ കൂട്ടാൻ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് നമുക്ക് ഈ ഒരു ചേഞ്ചിനൊരു ഫോഴ്സായിട്ട്, എക്സ്റ്റേണൽ ഫോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മാർക്കറ്റ് ചേഞ്ചസ്. നമ്മുടെ ഗ്ലോബൽ എക്കോണമി നമ്മുടെ ഇന്ത്യൻ ഓർഗനൈസേഷൻസിന് വളരെയധികം ഫോഴ്സ് ചെയ്യുന്നതാണ് ഗ്ലോബലൈസേഷന് വേണ്ടിയിട്ട്. അതിനുവേണ്ടി നമ്മൾ പുതിയ പാർട്ട്ണർഷിപ്പിലേക്കും ഒരുപാടൊക്കെ നമ്മൾ പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് ലോ പ്രൈസിലൊക്കെ നമ്മൾ ആ രീതിയിൽ ഉണ്ടാക്കുന്നു. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ പ്രഷേഴ്സാണ്. ഓക്കെ, സോ നമ്മളുടെ സൊസൈറ്റിയിലുണ്ടാവുന്ന മാറ്റങ്ങൾ, നമ്മുടെ പൊളിറ്റിക്കലായിട്ടുള്ള നമ്മുടെ ഈ പാർട്ടീസിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ്, ഇതൊക്കെ നമ്മളുടെ ഓർഗനൈസേഷൻ ചേഞ്ചസിനെ വളരെ ഗണ്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പേഴ്സണൽ വാല്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ എംപ്ലോയീസിൻ്റെ നീഡ്സ്, അവരുടെ പ്രയോറിറ്റീസ്, മോട്ടിവേഷൻസിന് ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് മാനേജേഴ്സ് എപ്പോഴും അവരുടെ മാനേജറിയൽ സ്റ്റൈല് നമ്മുടെ എംപ്ലോയീസിൻ്റെ ചേഞ്ചിങ് വാല്യൂസ് അനുസരിച്ചിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, അതൊക്കെ സോഷ്യൽ ഇതിൽ നിന്നാണ് വരുന്നത്. പിന്നെ പൊളിറ്റിക്കൽ ഇവൻറ്റ്സ് എന്ന് പറയുന്നത് അതും നമ്മുടെ ഓർഗനൈസേഷനിൽ വളരെ ഗണ്യമായിട്ടുള്ളൊരു മാറ്റമാണ് കൊണ്ടുവരുന്നത്. നമ്മുടെ ഓർഗനൈസേഷൻ ഇത്തരത്തിൽ പൊളിറ്റിക്കൽ ഫോഴ്സസിൻ്റെ ചേഞ്ചസും അതുപോലെ സോഷ്യൽ ചേഞ്ചസൊക്കെ കറക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അതുകൊണ്ട് പല ഓർഗനൈസേഷൻസും അവർ ഇത്തരത്തിൽ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരെ, കൺസൾട്ടൻസിനെ ഹയർ ചെയ്ത് അവരെ കൊണ്ട് ഇത്തരത്തിലുള്ള സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ചേഞ്ചസിനെ കറക്റ്റായിട്ട് ഡിറ്റക്റ്റ് ചെയ്ത് അതനുസരിച്ച് ഓർഗനൈസേഷനിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എക്സ്റ്റേണൽ ഫോഴ്സസ്. ഇനി ഇൻറ്റേർണൽ ഫോഴ്സസ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്നുണ്ടാവുന്ന ഫോഴ്സസ് ആണ്. അത് ഹ്യൂമൻ റിസോഴ്സസ് പ്രോബ്ലംസ് ആയിട്ടും മാനേജൽ ബിഹേവിയേഴ്സ് ആയിട്ടാണ് വരുന്നത്. ഹ്യൂമൻ റിസോഴ്സ് പ്രോബ്ലത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ എംപ്ലോയീസിൻ്റെ പെർസെപ്ഷൻ, അവരുടെ വർക്ക് എൻവയോൺമെൻറ്റിനെ കുറിച്ചുള്ള പെർസെപ്ഷനിൽ അവർക്ക് പ്രോബ്ലംസ് വരാറുണ്ട്. അതുകൊണ്ട് കോൺഫ്ലിക്ട്സ് നമ്മുടെ ഓർഗനൈസേഷൻ എംപ്ലോയീസിൻ്റെ ഒരു പെർസെപ്ഷനും ഓർഗനൈസേഷൻ നീഡ്സും തമ്മിലുള്ള ഡിഫറൻസിൽ കോൺഫ്ലിക്ട്സ് അറൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രോബ്ലംസും നമ്മുടെ ഓർഗനൈസേഷൻ പല അപ്രോച്ചസിലൂടെ ജോബ് ഡിസൈനിങ്, ജോബ് റിവ്യൂസ്, അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ റോള് കോൺഫ്ലിക്റ്റിൽ കുറയ്ക്കുക, സ്ട്രെസ്സ് കുറയ്ക്കുക, വർക്ക് ലോഡ് കുറയ്ക്കുക, അവരുടെ കൺഫ്യൂഷൻസ്, ആംബിഗ്വിറ്റി കുറയ്ക്കുക, ഇതൊക്കെ കുറച്ചുകൊണ്ട് ആ പ്രോബ്ലംസ് ഒഴിവാക്കാനായിട്ട് നോക്കും. അപ്പോൾ അപ്പോഴും ചേഞ്ച് അവിടെ അനിവാര്യമായിട്ട് വരികയാണ് ഇതിനൊക്കെ വേണ്ടിയിട്ട്. അതാണ് ഹ്യൂമൻ റിസോഴ്സ് പ്രോബ്ലംസ് വരുന്നത്. അതായത് മാനേജറിയൽ പ്രോബ്ലംസ് വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മാനേജേഴ്സും സബോർഡിനേറ്റ്സും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ട്, അതായത് ഒരു ഇമ്മീഡിയറ്റ് ചേഞ്ച് പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ സബോർഡിനേറ്റ്സ് അത് ഉൾക്കൊള്ളില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോൺഫ്ലിക്ട്സ് വരും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഉചിതമാവാത്ത ലീഡർഷിപ്പ് സ്റ്റൈല്, അത് നമുക്ക് ഈ സബോർഡിനേറ്റ്സിന് ഒത്തിരി പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും, കോൺഫ്ലിക്ട്സിന് വഴി ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ മാനേജേഴ്സും സബോർഡിനേറ്റ്സും അതിലൂടെ കോൺഫ്ലിക്ട്സ് ഉണ്ടാക്കും. അപ്പോൾ ആ രീതിയിൽ മാനേജൽ ബിഹേവിയേഴ്സ് നല്ലതായിട്ടുള്ള രീതിയിൽ, നമ്മൾ ഉചിതമായിട്ടുള്ള രീതിയിൽ ഫോം ചെയ്താൽ നമുക്ക് ഈ പറയുന്ന കോൺഫ്ലിക്ട്സ് ഒഴിവാക്കാം. ഓക്കെ, സോ മാനേജൽ ബിഹേവിയേഴ്സും നമ്മൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റേണ്ടതാണ്. ഓക്കെ, അതും ഓർഗനൈസേഷൻ ചേഞ്ചിൻ്റെ ഒരു ഇൻറ്റേർണൽ ഫോഴ്സായിട്ട് വരുന്നു.
ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഓർഗനൈസേഷൻ ചേഞ്ചസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഫോഴ്സസ്.